ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറ റോയെ പറ്റിയാണ്. അതിനു മുമ്പ് എന്താണ് ഒരു റോ ഇമേജ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു റോ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയുടെ സെൻസറിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഡീറ്റെയിൽസും അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാതെ ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഈ റോ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഒരു റോ ഇമേജും അല്ലെങ്കിൽ ഒരു സാധാ ഒരു ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 ഫോട്ടോസ് ഉണ്ട്. ഒന്നിൻ്റെ ഫോർമാറ്റ് .jpg, ഒന്ന് CR2. ഈ CR2 എന്ന് പറയുന്നത് നമ്മുടെ കാനോൺ ക്യാമറാസിലൊക്കെ റോ ഇമേജസിൻ്റെ ഫോർമാറ്റാണ്. ഓക്കെ, ഇപ്പം ഓരോ ക്യാമറയ്ക്കും റോ ഫോർമാറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ കാനോൺ ആണെങ്കിൽ CR2, സോണിക് ആണെങ്കിൽ ARW, നിക്കോൺ ആണെങ്കിൽ NEF, അങ്ങനെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സാധാ ഒരു JPG ഇമേജും CR2 ഇമേജും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം, അതായത് റോ ഇമേജും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു JPG ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കുക. ഓക്കെ, ഫോട്ടോഷോപ്പിൽ ആ ഇമേജ് ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഇമേജ് ശ്രദ്ധിച്ചാൽ കാണാം, ഇത് നല്ല രീതിയിൽ ഫോട്ടോയിൽ ഫേസിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് അടിച്ചിട്ട് ഫേസിലെ ഡീറ്റെയിൽസും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ സ്കൈലെ ഡീറ്റെയിൽസും എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതൊന്ന് ക്യാമറ റോയിൽ ആദ്യമായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിടുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് റീസൺ എന്ന് വെച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കേസിൽ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജ് പോയാലും ഒരു ബാക്കപ്പ് കിട്ടുന്ന രീതിയിലാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്യാമറ ഓപ്പൺ ആക്കാം? ഫിൽറ്റർ എടുക്കുക, അവിടെ ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് ക്യാമറ ഫിൽറ്ററിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇമേജിൽ ഇപ്പോൾ അതിനകത്ത് ഹൈലൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ് കുറച്ച് കുറയ്ക്കാം. എന്തുമാത്രം ഡീറ്റെയിൽസ് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അത് ഇവിടെ കുറച്ച് മേഘത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കയറി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫേസിലൊക്കെ നല്ല രീതിയിൽ വൈറ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് പോയിട്ട് അവിടെ വൈറ്റ്, നമുക്കിവിടെ വൈറ്റ് എന്നുള്ളൊരു സ്ലൈഡറുണ്ട്. അത് കുറച്ച് കുറേയൊക്കെ ഡീറ്റെയിൽസ് തിരിച്ചു തരാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കുറേയൊക്കെ ഞാനിപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. കുറേയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഷാഡോസ് കൂട്ടുവാണെങ്കിൽ ഇവിടത്തേക്ക് ഡീറ്റെയിൽസ് കയറി വരുന്നത് കാണാൻ പറ്റും. ഇവിടെ ബ്ലാക്ക് വിട്ടിട്ട് കുറച്ചുകൂടെ നമുക്കൊരു ചെറിയൊരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഞാനപ്പോൾ ഈ സെയിം വാല്യൂസിനെ, അതായത് ഹൈലൈറ്റ്സ് ഫുള്ള് കുറച്ചു, വൈറ്റ്സ് ഫുള്ള് കുറച്ചു, ബ്ലാക്ക് കുറച്ചു, ഷാഡോസ് ഇച്ചിരി കൂട്ടി. അപ്പം ഈ സെയിം വാല്യൂസ് തന്നെ ഒരു റോ ഇമേജിൽ ചെയ്താൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് ഓക്കെ അടിച്ചിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റിലോട്ട് തന്നെ ആ റോ ഇമേജ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഇതാണ് ആ റോ ഇമേജ്. ഞാൻ ഈ റോ ഇമേജ് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിലോട്ട് എടുത്ത് ഈ ഡോക്യുമെൻറ്റ് മേലെ തന്നെ ഇട്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഓട്ടോമാറ്റിക് ക്യാമറ റോയിലാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഏത് റോ ഫോർമാറ്റിലുള്ള, ഇപ്പോൾ ഏത് ക്യാമറയിലെടുത്ത് ഏത് റോ ഫോർമാറ്റിലുള്ള ഇമേജ് ആയാലും അത് ഓപ്പൺ ആക്കുമ്പോൾ ക്യാമറ റോയിലായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ JPG ഇമേജ് ഫോട്ടോഷോപ്പിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ക്യാമറ റോയിൽ ആദ്യം ഓപ്പൺ ആയി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് റൊട്ടേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്രോപ്പ് എന്നുള്ളൊരു ടൂളുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ റൊട്ടേറ്റ് വന്നത് നേരെ ഇരിക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്ത പോലെ ഹൈലൈറ്റ്സ് ഞാൻ കുറയ്ക്കുകയാണ്. ഹൈലൈറ്റ്സ് കുറച്ച് ഇവിടെ സ്കൈയുടെ ഈ ഭാഗത്തൊക്കെ സ്കൈയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് കുറച്ചുകൂടെ കുറച്ച് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കുറയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കുറച്ചു, എന്നിട്ട് എന്താണ് ഷാഡോയും കുറച്ചു, ഇവിടുത്തെ ഡീറ്റെയിൽസും കുറച്ച് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ എടുത്തു. ഞാൻ അലൈൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അലൈൻ ചെയ്ത് വെച്ചിട്ട് ഇട്ടിക്ക് ക്ലിക്ക് ചെയ്ത്. ഓക്കെ, ഇതാണ് റോയിൽ എഡിറ്റ് ചെയ്ത ഇമേജ്. ഞാനിത് ഓഫ് ചെയ്ത് കാണിക്കാം. ഇതാണ് അല്ലാതെ ജസ്റ്റ് JPGയിൽ എഡിറ്റ് ചെയ്ത ഇമേജ്. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ലൊരു കോൺട്രാസ്റ്റ് ഓൾറെഡി മെയിനേജ് ചെയ്യുന്നുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഈ സ്കൈയുടെ ടെക്സ്ചറും കാര്യങ്ങളൊന്നും കാണാൻ പോലുമില്ല. പക്ഷേ നമുക്ക് റോ ഇമേജിൽ ഈ ഡീറ്റെയിൽസ് തന്നെ പ്രിസർവ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഹൈലൈറ്റും വൈറ്റ്സും അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഡീറ്റെയിൽസ് പകുതിയും തിരിച്ചിട്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒരു റോ ഇമേജും JPG ഇമേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കിത് നോക്കിയാൽ വലിയൊരു ഡിഫറൻസ് തന്നെ കാണാൻ പറ്റും. ഞാൻ ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിതിൽ വേറൊരു ഇമേജ് ഓപ്പൺ ആക്കി കാണിക്കാം. ക്യാമറ റോയിൽ ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഇമേജ് CR2 ആണ് ഫോർമാറ്റ്, അതായത് റോ ഇമേജാണ്. ഞാനിത് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിലോട്ട് ഇടുകയാണ്. ഓക്കെ, ആ ഫോട്ടോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങളിപ്പം ക്യാമറ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ഐക്കൺസും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്യാമറ റോയുടെ വെർഷൻ എന്ന് വെച്ചാൽ 15.1.1 ആണ്. ചിലപ്പോൾ ഇതിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പം ഇതിലും കുറഞ്ഞ വെർഷൻ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. ആ അപ്ഡേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അഡോബ് ക്യാമറ റോ എന്ന് സെർച്ച് ചെയ്യാം. അഡോബ് ക്യാമറ റോ ഡൗൺലോഡ്. ഇപ്പോൾ ഇതിൽ അഡോബിൻ്റെ തന്നെ ഒരു ഫസ്റ്റ് ലിങ്ക് വരും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാമറ റോയുടെ എല്ലാ വെർഷൻസും ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള വെർഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് ക്യാമറ റോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഇത് കിടപ്പുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ആവും. അതുകൊണ്ട് ഇത് 15.1.1 ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സെയിം അത് തന്നെയാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണത്. അപ്പോൾ അത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ്. ഇവിടെ ക്യാമറ റോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ക്ലോസ് ചെയ്യാൻ നോക്കാം. ഞാൻ തൽക്കാലം ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. എന്തായാലും ഫോട്ടോഷോപ്പും ക്യാമറയും ക്ലോസ് ചെയ്തു.
ഈ ഫ്രോം എടുത്തു, ഞാനിത് ഷോ ഇൻ ഫോൾഡർ കൊടുത്ത് ഞാനിത് ഇവിടെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാം. ഇതിൽ ഐ ആക്സെപ്റ്റ് ചെയ്യുക, ദെൻ ക്ലിക്ക് നെക്സ്റ്റ്, ഇതിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ക്യാമറ ഇൻസ്റ്റാൾ ആകും. ഇനി നമ്മൾ ഫോട്ടോഷോപ്പ് എടുക്കുമ്പോൾ ഈ ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും അതിനകത്ത് ഓപ്പണായി വരുന്നത്. ഓക്കെ, ക്യാമറ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് ചെയ്യുക. ഇനി നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോൾ ഈ ക്യാമറ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു റോ ഫോട്ടോ ഇട്ട് തന്നെ ഈ ക്യാമറ ഓപ്പൺ ആക്കാം. മുമ്പ് നമ്മൾ ഇടാൻ വെച്ചിരുന്ന ഫോട്ടോ ഇടാം. അത് ഈ ഫോട്ടോ ഞാൻ ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിലിട്ട് ഇട്ടു. ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ക്യാമറ 15.1.1 എന്ന വെർഷനാണ്. ഇതിൽ നമുക്ക് ആദ്യം ക്യാമറയുടെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ഇപ്പോൾ ടോപ്പിൽ ഇവിടെ ഒരു ഫുൾ സ്ക്രീൻ മോഡ് ആക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് F ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫുൾ സ്ക്രീൻ മോഡിൽ ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ളത് ഒരു സേവ് ബട്ടണുണ്ട്, ഒരു സെറ്റിംഗ് ഉണ്ട്. സെറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ക്യാമറ റോയുടെ സെറ്റിംഗ് ആണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പിനായാലും പ്രിഫറൻസ് ഉണ്ട്, അതുപോലെ ക്യാമറ റോയുടെ പ്രിഫറൻസ് ആണിത്. ഇതിൽ നമുക്ക് കളർ തീം വേണേൽ മാറ്റി കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള കളർ തീം ഇടാം, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ തീം ഇടാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സെറ്റിങ്സിൻ്റെ ഇപ്പോൾ ഒരു ബട്ടൺ കാണാം, അത് സേവ് ചെയ്യാനുള്ള ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫയൽ ഫോർമാറ്റ് വേണമെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഫോട്ടോ നമുക്ക് ഇത് ഏത് ഫോൾഡറിൽ സേവ് ചെയ്യണമെന്നാണ്. ഇതിനകത്ത് ഫോൾഡറിൻ്റെ പേര് ഏത് ഫോർമാറ്റിൽ വേണം എന്നൊക്കെയുള്ള രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. ഈ DNG എന്ന് പറയുന്നത് അതും ഒരു റോ ഫോർമാറ്റാണ്, അത് അഡോബിൻ്റെ റോ ഫോർമാറ്റാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ക്യാൻസൽ അടിക്കാം. പിന്നെ ഇവിടെ കുറേ ടൂൾസ് ഉണ്ട്. ക്രോപ്പ് ടൂളുണ്ട്, ഹീലിംഗ് ബ്രഷ് ടൂളുണ്ട്, ഇത് സെലക്ഷൻ ടൂളുണ്ട്, റെഡ് ഐയുടെ ടൂളുണ്ട്, സ്നാപ്ഷോട്ട് ടൂളുണ്ട്, റീസെറ്റ് ടൂളുണ്ട്. ഇതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇവിടെ ഒരു ഓട്ടോ ബട്ടൺ ഉണ്ട്. ഈ ഓട്ടോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്യാമറ റോ തന്നെ ഓട്ടോമാറ്റിക് അവരുടെ ഒരു അൽഗോരിതം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യും. നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവർ നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ബൂസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു ആർട്ട് എന്ന രീതിയിൽ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കൺട്രോൾ ചെയ്യാനായിരിക്കും നമ്മൾ താല്പര്യം. ഓക്കെ, വേണം നമുക്കിതൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് വേണം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓട്ടോ ഡിസേബിൾ ചെയ്യുകയാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടൺ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് ക്ലിക്ക് ചെയ്താൽ ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ പ്രൊഫൈൽ മാറി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലായിരുന്നില്ല, ഇവിടെ അഡോബ് കളർ എന്നുള്ള പ്രൊഫൈലാണ്. ഇപ്പോൾ നമുക്ക് അഡോബ് കളർ മാറ്റി അഡോബ് മോണോക്രോം ഇട്ടാലും മതി. സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ അഡോബ് കളർ, അഡോബ് ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സ്റ്റാൻഡേർഡ്, വിവിഡ്, ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോ പ്രൊഫൈൽസാണ്, ഓരോ കളർ പ്രൊഫൈൽസാണ്. അതായത് ക്യാമറ റോ ഇമേജിനെ ഏത് രീതിയിലാണ് ഏത് അൽഗോരിതം യൂസ് ചെയ്താണ് എഡിറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ അഡോബ് കളർ മാറ്റിയിട്ട് അഡോബ് ലാൻഡ്സ്കേപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കളറൊക്കെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അഡോബ് കളറിലിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്.